സംസ്ഥാന സർക്കാർ കൈവിട്ടതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർ കൂട്ടരാജിയിലേക്ക്. പതിറ്റാണ്ടുകളായി തുടരുന്ന അവഗണനയിൽ ശമ്പളം മുടങ്ങുകയും നിത്യവൃത്തിക്ക് പോലും വകയില്ലാതാവുകയും ചെയ്തതോടെയാണ് ക്ഷേത്ര ജീവനക്കാർ രാജിവെച്ചൊഴിയാൻ തയ്യാറെടുക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വാർത്തയാണിത്. കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കെതിരെയുള്ള ഒരു അവഗണന, പതിറ്റാണ്ടുകളായി തുടരുന്ന അവഗണന, ഇതിൽ മനം നൊന്നുകൊണ്ട് ശമ്പളം മുടങ്ങുകയും നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ആവുകയും ചെയ്ത ജീവനക്കാരാണ് ഇപ്പോൾ രാജിവെച്ചൊഴിയുന്നത്, അല്ലേ? തീർച്ചയായും അമൽ, നമുക്കറിയാം പഴയ മദ്രാസ് നിയമത്തിൽ നിന്ന് മലബാർ ദേവസ്വം ബോർഡ് എന്ന ബോർഡ് രൂപീകരിച്ചതല്ലാതെ അതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ജീവനക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പൊതു ഫണ്ട് വേണമെന്നൊരു ആവശ്യം പോലും ഉന്നയിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ ഏതാണ്ട് പാലക്കാട് തൊട്ട് കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള ഒരു ബോർഡാണ്. ആ ബോർഡാണ് ഇത്തരത്തിൽ ഒരു അവഗണന തുടരുന്നത്. ഇതിൽ തന്നെ ഈ അവഗണന തുടർന്നതോടുകൂടിയാണ് ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ജീവനക്കാരെ സംബന്ധിച്ച് അന്നന്നത്തെ അന്നം പോലും കഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന് പോലും വരുമാനമില്ലാത്തൊരു സാഹചര്യം. കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമാണ്. പക്ഷേ ആ വരുമാനം പോലും സ്ഥിരമായിട്ട് അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. കഴകക്കാരൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, സ്വാഭാവികമായൊരു ജീവനക്കാരൻ ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ പകരം ഒരാളെ ആക്കിയിട്ട് വേണം ലീവ് എടുക്കാൻ. പക്ഷേ ആ ലീവ് ആക്കുന്ന ദിവസം അയാൾക്ക് ഉയർന്ന കൂലി കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കിട്ടുന്നതാകട്ടെ വളരെ തുച്ഛമായ കൂലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിലെ ജീവനക്കാർക്കുള്ളത്. അത് പതിറ്റാണ്ടുകളായി തുടരുന്നതാണ്. കിട്ടുന്ന വേതനം വളരെ കുറവ്, അതാണെങ്കിൽ കൃത്യസമയത്ത് കിട്ടുന്നില്ല. മാത്രമല്ല പല ജീവനക്കാർക്കും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പോലും കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ഒരു ഗതികേടിൽ എത്തിയപ്പോഴാണ് ഈ ജീവനക്കാർ കൂട്ടരാജിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഏതാണ്ട് 4 പേർ ഇതിനകം രാജിവെച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ രാജിക്കൊരുങ്ങുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം ക്ഷേത്രങ്ങളെ പരിപാവനമായി പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ അതിന് സർക്കാരും മലബാർ ദേവസ്വം ബോർഡും പിന്തുണ കൂടി നൽകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ തങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകും? കുടുംബവും കുട്ടികളും ഒക്കെയുള്ള ആളുകളാണ്. അന്നത്തെ അന്നത്തിന് പോലും വകയില്ലാത്തൊരവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകുക എന്നൊരു വലിയ പ്രതിസന്ധിയായ ഘട്ടത്തിലാണ് ഇവർ ഈ കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമൽ, സംസ്ഥാന സർക്കാർ കൈവിട്ടതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാരാണ് കൂട്ടരാജിക്കൊടുങ്ങുന്നത്. പതിറ്റാണ്ടുകളെ തുടരുന്ന അവഗണനയിൽ ശമ്പളം മുടങ്ങുകയും നിത്യവൃത്തിക്ക് പോലും വകയില്ലാതാവുകയും ചെയ്തതോടെയാണ് ക്ഷേത്ര ജീവനക്കാർ രാജിവെച്ചൊഴിയാൻ തയ്യാറെടുക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.